ചികിത്സ നടത്തി. സാർ, പിന്നീടൊരു ക്ലിനിക്കിലെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം എക്സ്റേ എടുത്തപ്പോഴാണ് നെഞ്ചിനുള്ളിൽ അസ്വാഭാവികമായൊരു വസ്തു കണ്ടെത്തിയത്. 2025 ഏപ്രിലിൽ ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ നടത്തിയ പരിശോധനയിൽ രക്തൽ കുഴൽ വഴി മരുന്നുകൾ നൽകാൻ ഉപയോഗിക്കുന്ന സെൻട്രൽ ലൈനിൻ്റെ ഭാഗമായിട്ടുള്ള ഗൈഡ് വയർ ആണ് നെഞ്ചിൽ കുടുങ്ങിയിരിക്കുന്നത് എന്ന് സ്ഥിരീകരിച്ചു. സാർ, ഇത് നെഞ്ചിലെത്തിയാണ് ഉണ്ടായത്. ഗൈഡ് വയർ ധമനികളുമായി ഒട്ടിച്ചേർന്ന അവസ്ഥയിലാണുള്ളതെന്ന് CT സ്കാനിങ്ങിൽ വ്യക്തമായി. ഈ അവസ്ഥയിൽ ഗൈഡ് വയർ നീക്കം ചെയ്താൽ ഹൃദയത്തിൻ്റെ പ്രവർത്തനത്തെ ഉൾപ്പെടെ ബാധിക്കുമെന്ന് ഡോക്ടർ വ്യക്തമാക്കിയെന്നാണ് ഇതുവരെ മനസ്സിലായിട്ടുള്ളത്. ഇപ്പോൾ ആരുമില്ല, ഈ ഡോക്ടറും യാതൊരു ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നില്ല, ഗവൺമെൻറ്റും ഏറ്റെടുക്കുന്നില്ല. ഇപ്രകാരം ഗുരുതരമായ ചികിത്സാ പിഴവ് മൂലം കഠിനമായ ആരോഗ്യ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന യുവതി നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടും ഉത്തരവാദികളായവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ടും രേഖാമൂലം പരാതി നൽകിയിട്ടും അന്വേഷണത്തിനായി ഒരു സമിതിയെ നിയോഗിക്കുക മാത്രമാണ് സർക്കാർ ചെയ്തത്. ചികിത്സാ പിഴവ് മൂലം ദുരിതമനുഭവിക്കുന്ന യുവതിക്ക് നഷ്ടപരിഹാരം അനുവദിക്കുന്നതിനും തുടർ ചികിത്സ ഉറപ്പാക്കുന്നതിനും ആവശ്യപ്പെട്ട് ഞാൻ ബഹുമാനപ്പെട്ട മന്ത്രിക്ക് ഒരു കത്ത് നൽകിയിട്ടുണ്ട്. ഇതിലൊരു അനുകൂലമായ നടപടി സ്വീകരിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. സാർ, ഇതോടൊപ്പം അങ്ങയുടെ ശ്രദ്ധയിലൊരു കാര്യം പെടുത്തുന്നു. ഇത് സംബന്ധിച്ചൊരു ചോദ്യം 16/9/2025 ചോദ്യം നമ്പർ 5 ഇവിടെ കൊടുത്തിട്ടുണ്ട്. സാർ, ഇതിൻ്റെ ആൻസറിൽ ഈ വ്യക്തിയുടെ വിവരങ്ങൾ, ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തുന്ന തരത്തിലുള്ള മുഴുവൻ ഡീറ്റെയിൽസും രോഗവിവരങ്ങളെല്ലാം കൊടുത്തിരിക്കുകയാണ്. സാർ, അത് ചട്ടവിരുദ്ധമാണ്, അത് നിയമവിരുദ്ധമാണ്, പ്രൈവറ്റ് ഹെൽത്ത് ഡാറ്റയാണ്. മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അത് മറുപടി കൊടുത്തിരുന്നെങ്കിലും ലെജിസ്ലേച്ചർ സെക്രട്ടേറിയറ്റ് അക്കാര്യത്തിൽ ശ്രദ്ധിക്കണമായിരുന്നു. സാർ, അത്രയും ഒരു ഡീറ്റെയിൽസ്, ഒരാളുടെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തിക്കൊണ്ടുള്ള മുഴുവൻ രോഗവിവരങ്ങളും ഈ ഉത്തരത്തിലൂടെ പുറത്തു വന്നിരിക്കുകയാണ്. ദയവ് ചെയ്ത് അങ്ങത് പരിശോധിക്കണം. അത് ഒരു വളരെ ഗുരുതരമായൊരു തെറ്റാണ്, അങ്ങനെ കൊടുക്കാൻ പാടില്ല. അത്രയും അത് അങ്ങ് പരിശോധിക്കണം എന്ന് കൂടി ഞാൻ അഭ്യർത്ഥിക്കുന്നു. യെസ്, അത് പരിശോധിക്കാം. ലെജിസ്ലേച്ചർ സെക്രട്ടേറിയറ്റിൻ്റെ ഭാഗത്തുള്ള വിഷയം പരിശോധിക്കാം. യെസ്, ബഹുമാനപ്പെട്ട മിനിസ്റ്റർ. സർ, തൊളിക്കോട്ടുകോണം സ്വദേശിനിയായ യുവതിക്ക് ഗോയിറ്റർ എന്ന രോഗം കണ്ടെത്തിയതിനെ തുടർന്ന് 20/3/2023 തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ തൈറോയ്ഡെക്ടമി എന്ന ശസ്ത്രക്രിയയ്ക്ക് വിധേയയായിരുന്നു. യുവതിക്ക് ആവശ്യമായ തുടർ ചികിത്സയും പരിചരണവും നൽകി 30/3/2023 ഡിസ്ചാർജ് ചെയ്തു. ശസ്ത്രക്രിയയിലൂടെ നീക്കം ചെയ്ത ഭാഗം ജനറൽ ആശുപത്രിയിൽ നിന്നും തിരുവനന്തപുരം പബ്ലിക് ഹെൽത്ത് ലാബിൽ അയച്ച് പരിശോധന നടത്തിയപ്പോൾ തൈറോയ്ഡ് ക്യാൻസർ സ്ഥിരീകരിച്ചു. തുടർന്ന് യുവതി തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്ററിൽ ചികിത്സ തേടി. കഴിഞ്ഞ 2 വർഷമായി യുവതി തിരുവനന്തപുരം RCCയിലും ജനറൽ ആശുപത്രിയിലും ഫോളോ അപ്പ് കെയറിലാണ് ഉള്ളത്. RCCയിലെ ചികിത്സയുടെ ഭാഗമായി 2025 മാർച്ച് മാസം നടത്തിയ എക്സ്റേ പരിശോധനയിലാണ് രക്തക്കുഴൽ വഴി മരുന്നുകൾ നൽകാൻ ഉപയോഗിക്കുന്ന സെൻട്രൽ ലൈനിന്റെ ഭാഗമായുള്ള ഗൈഡ് വയർ ശ്രദ്ധയിൽപ്പെടുന്നത്. തുടർന്ന് ജനറൽ ആശുപത്രി സൂപ്രണ്ട് 2025 ഏപ്രിൽ മാസം ആയത് സംബന്ധിച്ച് തിരുവനന്തപുരം ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസസ് ആൻഡ് ടെക്നോളജിയിൽ അഭിപ്രായം തേടിയിരുന്നു. ഈ യുവതിയുടെ ശരീരത്തിൽ ഗൈഡ് വയർ കണ്ടെത്തിയത് സംബന്ധിച്ച് അന്വേഷണം നടത്തുന്നതിന് ആരോഗ്യവകുപ്പിലെ അഡീഷണൽ ഡയറക്ടറുടെ നേതൃത്വത്തിൽ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ്, ആരോഗ്യവകുപ്പ് എന്നിവിടങ്ങളിലെ കാർഡിയോവാസ്കുലർ തൊറാസിക് സർജറി, റേഡിയോ ഡയഗ്നോസിസ്, അനസ്തേഷ്യോളജി, ജനറൽ സർജറി എന്നീ വിഭാഗം ഡോക്ടർമാരടങ്ങിയ വിദഗ്ധ സമിതിയെ 2025 ഓഗസ്റ്റ് മാസം ചുമതലപ്പെടുത്തിയിരുന്നു. വിദഗ്ധ സമിതി 14/8/2025 ആദ്യ യോഗം ചേർന്ന് മെഡിക്കൽ രേഖകൾ പരിശോധിച്ചുവെങ്കിലും പൂർണ്ണമായ നിഗമനത്തിലെത്താൻ സാധിക്കാത്തതിനാൽ RCC, മറ്റ് ആശുപത്രികൾ എന്നിവിടങ്ങളിൽ നൽകിയ ചികിത്സ, പരിശോധന എന്നിവയുടെ വിശദാംശങ്ങൾ അടങ്ങിയ രേഖകൾ കൂടി പരിശോധിക്കാൻ തീരുമാനിച്ചു. കൂടാതെ തിരുവനന്തപുരം സർക്കാർ മെഡിക്കൽ കോളേജിലെ കാർഡിയോളജി, ക്രിട്ടിക്കൽ കെയർ, അനസ്തേഷ്യ, ജനറൽ സർജറി എന്നീ വിഭാഗങ്ങളിലെ ഡോക്ടർമാരെ കൂടി സമിതിയിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു. യുവതിയുടെ പരാതി ലഭിച്ചതിനെ തുടർന്ന് 3/9/2025 തിരുവനന്തപുരം സർക്കാർ മെഡിക്കൽ കോളേജ് സമ്മതിക്കുകയാണ്. ഗൈഡ് വയർ നെഞ്ചിൽ കുടുങ്ങിയ സംഭവത്തിൽ ഡോക്ടറുടെ ഭാഗത്തുണ്ടായത് ഗുരുതര വീഴ്ച എന്ന് മന്ത്രി നിയമസഭയിൽ പറയുന്നു. തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ ചികിത്സാ പിഴവിന്റെ ആ വാർത്ത 24 വാർത്തയായിരുന്നു. ഗൈഡ് വയർ കുടുങ്ങിയ സംഭവം ആ 24 വാർത്ത നിയമസഭയിൽ രണ്ടാമതും ഈ സഭാ സമ്മേളനത്തിന് രണ്ടാമതാണ് പ്രതിപക്ഷ സഭയിൽ ഉന്നയിക്കുന്നത്. സബ്മിഷനായ പ്രതിപക്ഷ നേതാവ് അല്പസമയം മുമ്പാണ് VD സതീശനാണ് അത് വീണ്ടും ഉന്നയിച്ചത്. തുടർച്ചയായ രണ്ടാം ദിനം 24 വാർത്ത നിയമസഭയിൽ ചർച്ചയാകുന്നത് മാത്രമല്ല അതിൽ ഡോക്ടർക്ക് ഗുരുതരമായ തെറ്റ് സംഭവിച്ചു എന്ന് ഇതാദ്യമായി ആരോഗ്യമന്ത്രി സഭയിൽ സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട്. ശ്രീത്ത് വിവരങ്ങളുമായി തുടരുന്നു. ശ്രീത്ത്, അമീബിക് മസ്തിഷ്ക ജ്വരത്തിൽ അടിയന്തര പ്രമേയത്തെപ്പറ്റി സംസാരിക്കുകയായിരുന്നു. അതിനിടയിൽ നമ്മുടെ വാർത്ത പിന്നെയും സഭയിലേക്ക് ആ വാർത്ത പുറത്തു വരുമ്പോൾ ഏതെങ്കിലും തരത്തിൽ കൺഫ്യൂഷൻ ഇല്ലാതെ ഡോക്ടർ തെറ്റ് സമ്മതിക്കുന്ന ശബ്ദരേഖ അടക്കമായിരുന്നു ആ വാർത്ത പുറത്തു വന്നത്. അപ്പോൾ ഡോക്ടർ തന്നെ സംബന്ധിച്ച പശ്ചാത്തലത്തിൽ തെറ്റ് സമ്മതിച്ചു എന്നെല്ലാവർക്കും മനസ്സിലായ കാര്യം ആരോഗ്യമന്ത്രി സഭയിൽ പറയുന്നു, അല്ലേ ശ്രീത്?
ഹാഷ്മി, തീർച്ചയായും 24 പുറത്തുവിട്ട വാർത്തയാണ് ഈ യുവതിയുടെ നെഞ്ചിൽ ഗൈഡ് വെയർ കുടുങ്ങിയ സംഭവം. ഈ വാർത്തയുടെ അടിസ്ഥാനത്തിൽ വലിയ തോതിലുള്ള പ്രതിഷേധങ്ങളും മറ്റ് പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ ആരോഗ്യവകുപ്പിൻ്റെ ചികിത്സിച്ച ഡോക്ടറുടെ വീഴ്ച സംബന്ധിച്ചുകൊണ്ട് നിയമസഭയിൽ ആരോഗ്യമന്ത്രി വീണ ജോർജ് പ്രതികരണം നടത്തിയിരിക്കുന്നു. ഡോക്ടറുടെ ഭാഗത്തു നിന്നുണ്ടായത് ഗുരുതരമായ വീഴ്ചയാണ് എന്നാണ് ഇപ്പോൾ ആരോഗ്യമന്ത്രി വീണ ജോർജ് സഭയെ അറിയിച്ചിരിക്കുന്നത്. ഡോക്ടറുടെ ഭാഗത്ത് ഗുരുതരമായ വീഴ്ചയുണ്ടായി. ഗൈഡ് വെയർ നെഞ്ചിൽ കുടുങ്ങിയ സംഭവം ഇത് ഗുരുതരമായ വീഴ്ചയാണ്. എന്തായാലും യുവതിക്ക് വിദഗ്ധ സമിതി റിപ്പോർട്ട് ലഭിച്ച ശേഷം ഗൈഡ് വെയർ നീക്കം ചെയ്യാനുള്ള നടപടികൾ ആരംഭിക്കും. സർക്കാർ ആശുപത്രിയിൽ സൗജന്യ ചികിത്സ ഉറപ്പാക്കുമെന്നും ആരോഗ്യമന്ത്രി അറിയിച്ചു. ഈ ഡോക്ടറുടെ ഭാഗത്തുണ്ടായ ചികിത്സാ പിഴവിനെ ഗൗരവത്തോടെയാണ് ആരോഗ്യവകുപ്പ് കാണുന്നതെന്നും മന്ത്രി പറഞ്ഞു. വീഴ്ചയുള്ള കേസുകളിൽ കർശന നടപടി സ്വീകരിച്ച് മുന്നോട്ട് പോകും എന്നും അറിയിച്ചു. ഇതോടൊപ്പം ഗുരുതരമായ ഒരു പ്രശ്നം കൂടി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സഭയിൽ ചൂണ്ടിക്കാണിച്ചു. അത് ഈ ഗൈഡ് വെയർ കുടുങ്ങിയ യുവതിയുടെ ആരോഗ്യ വിവരങ്ങളും ചികിത്സാ വിവരങ്ങളും മറ്റും നിയമസഭാ ചോദ്യോത്തരത്തിൽ വെളിപ്പെടുത്തിയതാണ്. സാധാരണ ഇത്തരത്തിൽ രോഗവിവരങ്ങളും ചികിത്സാ വിവരങ്ങളും ഒരു യുവതിയുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നത് സ്വകാര്യതയുടെ ലംഘനമാണ് എന്നാണ് പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാണിച്ചത്. ഇത് നിയമസഭാ സെക്രട്ടറിയുടെ ഭാഗത്തുണ്ടായ വീഴ്ചയാണ്. ഇക്കാര്യത്തിൽ നടപടി വേണമെന്നാണ് പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ നിയമസഭാ സെക്രട്ടറിയെ കൊണ്ട് കാര്യങ്ങൾ പരിശോധിപ്പിക്കുമെന്ന കാര്യം സ്പീക്കർ എ എൻ ഷംസീർ സഭയിൽ ഉറപ്പു നൽകുകയും ചെയ്തിട്ടുണ്ട്. ഹാഷ്മി. ഓക്കെ, ഷീത്താണ് ആ വാർത്ത. രണ്ട് വാർത്തകളെ വിവരങ്ങൾ നൽകിയത്. ശസ്ത്രക്രിയാ പിഴവ് പിന്നെയും സഭയിൽ ഉന്നയിക്കുകയായിരുന്നു പ്രതിപക്ഷം. 24 വാർത്ത രണ്ടാമതുകൂടി നിയമസഭയിലേക്ക് എത്തുന്നു. ഏതെങ്കിലും തരത്തിൽ കൺഫ്യൂഷൻ അടിസ്ഥാനമില്ലാത്തവണ്ണമായിരുന്നു ആ വാർത്ത പുറത്തേക്ക് വന്നത്. അത്രത്തോളം ഫുൾ പ്രൂഫായിരുന്നു വാർത്ത. എന്ന് പറഞ്ഞാൽ ഈ രോഗിയുടെ ബന്ധു, സുമയുടെ ബന്ധു ഡോക്ടറുമായി സംസാരിക്കുന്നതും പിഴവ് സമ്മതിക്കുന്നതും അടക്കമുള്ള ശബ്ദരേഖ അടക്കം പുറത്തേക്ക് വന്നു. അതിനുശേഷം പിന്നെയും എന്തോ ചില അസ്വാഭാവിക സാഹചര്യങ്ങൾ ഗൈഡ് വെയർ അകത്ത് കുടുങ്ങിപ്പോവുക സ്വാഭാവികമാണ് എന്നൊരു ന്യായീകരണമൊക്കെ നമ്മൾ ഇടയ്ക്ക് കേട്ടതാണ്. പക്ഷേ ആരോഗ്യമന്ത്രി ന്യായീകരണം നിൽക്കുന്നില്ല. ഗുരുതരമായ പിഴവ് ഡോക്ടർക്ക് സംഭവിച്ചു എന്ന കാര്യം സമ്മതിക്കുകയാണ്. അപ്പോൾ സമ്മതിക്കുമ്പോൾ നേരത്തെ ഹർഷിനയുടെ കാര്യത്തിൽ സംഭവിച്ചതുപോലാകാതെ സുമയ്യയ്ക്ക് അർഹമായ നഷ്ടപരിഹാരവും അതിലുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾക്കുള്ള തുടർ ചികിത്സയൊക്കെ സർക്കാർ നൽകണം എന്നുകൂടി ആ വാർത്ത പുറത്തുവിട്ട ചാനൽ എന്ന നിലയ്ക്ക് അഭ്യർത്ഥിക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.